നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആതിര വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാറ്റർഡേ ആഫ്റ്റർനൂൺ മുതൽ സൺഡേ ആഫ്റ്റർനൂൺ വരെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫുഡ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സാറ്റർഡേ നമുക്ക് ലഞ്ചായിട്ട് ചോറ്, രസം, അതുപോലെ ചക്ക, മീൻകറി. ചക്കയും മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു കോമ്പിനേഷൻ, കപ്പയേക്കാളും എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി നന്നായിട്ട് ഊണ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂര മീൻകറി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ തലയിൽ ഒരു ചെറിയ പ്രശ്നം, ഡാൻഡ്രഫിൻ്റെ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ എനിക്കിതായി ഒരു ലോഷനല്ല, ഇതൊരു ലോഷനാണ്. ലോഷനും ഒരു ഷാമ്പുവും എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലോഷൻ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഷാമ്പു ഉപയോഗിച്ച് കഴുകണം. ഇത് തേക്കുമ്പോഴും നല്ലൊരു ചൂടും അതുപോലെ എന്തോ ഒരു നീറ്റൽ പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കയ്യിലൊക്കെ പെരണ്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത്, എൻ്റെ മുടിയിൽ ഈ ഒരു ലോഷനും ഷാമ്പുവും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് എൻ്റെ മുടി ഡ്രൈ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നതല്ല, ഡ്രൈ ആവുന്നുണ്ട്, ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട്. അതുമാത്രമേ ഉള്ളൊരു ചെറിയൊരു ഒരു ഡിസപ്പോയിൻമെൻ്റ് എന്നുള്ളത്. അല്ലാണ്ട് നല്ലതാണ് കേട്ടോ. ഈ ഒരു ഷാമ്പുവും അതുപോലെ ഈ ഒരു ലോഷനും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ പറയുന്ന പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഡാൻഡ്രഫ് മാറും. അപ്പോൾ തലയിൽ ഞാൻ ഒരു ലോഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ പോയിട്ട് കുറച്ച് മുന്തിരി കഴിക്കുകയാണ്. സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കോഫി പാക്ക് എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു സാധനം ചെയ്യാതെ നമ്മുടെ കോഫി പൗഡർ തക്കാളിയിൽ ഡിപ്പ് ചെയ്തിട്ട് അതൊന്ന് ഫേസിലൊന്ന് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് വിടുകയാണ്. നമുക്ക് കോഫി പാക്ക് നല്ലതാണ് കേട്ടോ, ഫേസിന് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു കോഫി പാക്ക് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. ഞാൻ റെഡിയായിട്ട് കഴക്കൂട്ടം വരെ ഒന്ന് പോവുകയാണ്. ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയായി. എൻ്റെ പുതിയ ബാഗൊക്കെ എടുത്ത് നിൽപ്പുണ്ട്. ഓവർകോട്ട് മസ്റ്റായിട്ട് വേണം. നല്ല വെയിലാണ് പുറത്ത്, അതുപോലെ പൊടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വണ്ടിയിലാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കോട്ട് എപ്പോഴും ഇട്ടേക്കും. അപ്പോൾ ഞാനും വാവയും കൂടിയിട്ടാണ് പോകുന്നത്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ സ്കൂള് ഇല്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് പോകുന്നത്. ഈവനിങ് ആണ് കേട്ടോ, ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കായിരിക്കും. ഈ ഒരു ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടറാണ് കേട്ടോ. അവർ നമ്മൾ ചോദിക്കുന്നതിനൊക്കെ കറക്റ്റായിട്ടുള്ള ആൻസറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് നമ്മളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് സാധനങ്ങളാണ് എൻ്റെ അനിയത്തിയുടെ കല്യാണം പ്രമാണിച്ച് ആൾക്ക് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും, നല്ല ട്രാഫിക്കാണ് ഈ ഒരു ടൈമിൽ. റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കാണ്. ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞാണ് പോകുന്നത്. റോഡ് പണിയാണ്. അതുപോലെ ഈ ഒരു ടൈമിൽ ആൾക്കാരൊക്കെ ഓഫീസും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുന്ന ആ ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതുപോലെ മഴയും വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങണം. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിന് സ്കൂളിൽ സ്നാക്സായിട്ട് ഫ്രൂട്ട്സൊക്കെ കൊടുത്തു വിടണം. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്നു അതാ മേടിച്ച സാധനങ്ങളൊക്കെ എടുത്തൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ നോക്കുകയാണ്. ഈ ഒരു ഫ്രൂട്ട് ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, വാവയും കഴിച്ചിട്ടില്ല. ആളുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. 250 രൂപയാണ് കേട്ടോ ആ ഒരു ബോക്സിന്. ഫസ്റ്റ് കഴിച്ചപ്പോൾ നമുക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചപ്പോൾ അത് ഓക്കെ ആയിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ലിച്ചി പോലെയൊക്കെ ഇരിക്കും, പക്ഷേ ടേസ്റ്റ് അതല്ല, വേറൊരു ടൈപ്പാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ ചായ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പാലില്ലായിരുന്നു, അതുകൊണ്ട് കട്ടൻ ചായയിൽ ഞാൻ ഒതുക്കി. അപ്പോൾ കട്ടൻ ചായയൊക്കെ കുടിച്ചിരുന്നപ്പോഴാണ് എനിക്ക് 2 ദിവസത്തിന് മുന്നേ ഒരു സാധനം കിട്ടി. ഞാനൊരു സാധനം തപ്പിയപ്പോൾ നമ്മുടെ പഴയ ഓട്ടോഗ്രാഫ് ബുക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം മേടിച്ചത് അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെതും അനിയത്തിയുടേതാണ്. ഒരു മേശയിൽ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു സാധനം തപ്പിയപ്പോൾ കിട്ടിയതാണ്. ഈ ഒരു പൂവൊക്കെ ഇല്ലേ, അത് അനിയത്തിയുടേതാണ്. അതിൽ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പേര്, അതുപോലെ അവരിങ്ങനെ വിഷ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴൊരു നൊസ്റ്റ അടിച്ചു. പണ്ടത്തെ ആ ഒരു സ്കൂൾ ലൈഫൊക്കെ ഒന്ന് ഓർമ്മ വന്നു. അപ്പോൾ ഇത് എൻ്റെതാണ്. പണ്ട് ഞാൻ ഭയങ്കര ഒരു വിജയ് ഫാനായിരുന്നു, അതുകൊണ്ട് തന്നെ വിജയുടെ ബുക്കാണ് വാങ്ങിച്ചത്. പിന്നെ ആ ഒരു ടൈമിൽ കൂടുതലും നടന്മാരുടെയും നടിമാരുടെയൊക്കെ ബുക്കുകളൊക്കെയാണ് കൂടുതൽ ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് വിജയന് ഇഷ്ടമായതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു.
അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു. അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വായിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നോക്കിയിരുന്നിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രാവിലെ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഈ ഒരു മെനു അത് കഴിക്കുകയാണ്. ചെറുപയർ, അതുപോലെ ഒരു മുട്ട കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബനാന ഷേക്ക് അതും കഴിക്കുന്നുണ്ട്. എൻ്റെ ശരീരം ശോഷിച്ച് വരുന്നെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനത്തെ ഹെൽത്തി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഷേക്ക്. ഇത് കുറച്ച് നാളായി ഞാൻ കുടിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനി പയർ കഴിക്കണം. അപ്പോൾ ഓരോ ദിവസം ഇടവിട്ട് ഓരോന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പയർ, കടല, അങ്ങനെ ഇങ്ങനെ ഇടവിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും വലിയ ഇഷ്ടമല്ലെങ്കിലും നമുക്ക് കഴിക്കാം. നമ്മുടെ ഹെൽത്തിനും ഒക്കെ നല്ലതല്ലേ, പ്രോട്ടീനൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരു മുട്ട കഴിക്കുന്നുണ്ട്, നമ്മുടെ നാടൻ മുട്ടയില്ലേ, അതാണ് കഴിക്കുന്നത്. പിന്നെ ഈ ഒരു ബോട്ടിലിൽ വെള്ളവും കുടിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ കുടിക്കും. ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഇന്ന് വാവയും അമ്മയില്ല, അനിയത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു കളർ അടിക്കാമെന്ന്. ഞാനൊരു ബുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കുഞ്ഞു ബുക്ക്. അത് കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ കുറേയൊക്കെ ഞാൻ കളർ അടിച്ചു. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വിചാരിച്ച ബുക്ക് ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ ചുമ്മാ ഇരിക്കണ്ടല്ലോ, കളർ അടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കളർ അടിക്കുകയാണ്. അപ്പം ഞാനിന്ന് പപ്പായയിലാണ് കളർ അടിക്കുന്നത്. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കളറൊക്കെ അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ ആരും ഇല്ലാത്ത സമയത്ത്, അല്ലാതെ ബഹളത്തിൻ്റെ ഇടയിലൊന്നും ഇരുന്ന് ചെയ്യാൻ ഇഷ്ടമല്ല. ആരും ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കളറടിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ പടം വരയ്ക്കുന്നത് വലിയ ഇതില്ല കേട്ടോ. ഞാൻ അങ്ങനെ വലുതായിട്ട് പടം വരയ്ക്കാറില്ല. കളർ ചെയ്യുന്നത് ഇഷ്ടമാണ്. പിന്നെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ അതിലോട്ടൊന്നും ഞാൻ ഇതുവരെ കൈ വെച്ചിട്ടില്ല, അതുകൊണ്ട് വേണ്ട. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പപ്പായയുടെ കളറാണ് അടിക്കുന്നത്. അപ്പോൾ ഇതടിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇത് കുറച്ച് നേരം ഇരുന്നിട്ട് കളറൊക്കെ അടിച്ച് അപ്പോഴത്തേക്കും ബാബയും അമ്മയും വരും. അത് കഴിഞ്ഞിട്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറെ പണിയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുക, TV കാണുക, ഇതൊക്കെയാണ് ഇനി എൻ്റെ പണി എന്ന് പറയുന്നത്. കളറിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം മസ്റ്റാണ് നമ്മുടെ ബോഡിക്ക്. അപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട്. TV കാണുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ TV ഇട്ടേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.